ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളുടെ ദ ബോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നത് ഇതുപോലെ ഒരു സെൻറ്റർ ക്ലിപ്പിലാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ടിയാര ഫ്ലവർ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെഡ് ഗ്ലാസ് ബീഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു ഗിയർ വയറാണ്. എൻ്റെ കയ്യിലുള്ളത് 5mm, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് വലിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ കാണുന്ന പോലെ അത്ര പോകുന്നൊരു പീസ് കേട്ടോ. നമ്മൾ ചെയ്യണത് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ ഗിയർ വയർ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു കെട്ടിട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണത് നല്ല പിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നന്നായിട്ട് പിരിച്ചിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗിയർ വയർ എടുത്തിട്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ടിയാര ഫ്ലവറും അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഗ്ലാസ് ബീഡും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മളത് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം ടിയാര ഫ്ലവർ ഇട്ട് കൊടുക്കണം, അതിന് ശേഷമാണ് നമ്മൾ ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ടത് അതിൻ്റെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോളൂ, ഞാൻ സംസാരിക്കുന്നതിൻ്റെ കൂടെ അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മളിതിങ്ങനെ കൊണ്ടുവന്നിട്ട് അടിയിൽ എങ്ങനെ ലോക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതളുടെ ഇടയിൽ കൂടെ എടുത്തിട്ട് താഴത്തേക്ക് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. താഴത്തേക്ക് കൂടെ എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും ഇതളുടെ ഉള്ളിൽ കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ക്യാമറയുടെ മുമ്പൊന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലിപ്പിൻ്റെ ഒരു ഇതളുടെ ഇടയിൽ കൂടെ എടുത്തിട്ട് താഴത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആ ഒരു ഇതളുടെ ഇടയിൽ കൂടെ ഞാനിതിൽ കാണിച്ചിട്ട് കണ്ട് ഇതളുടെ ഇടയിൽ കൂടെ എടുത്ത് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പുറത്തെ ഭാഗത്തേക്ക് ചുറ്റിയിട്ട് അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ടിയാര ഫ്ലവർ ഇടുക. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ബീഡ് ഇടുന്നുണ്ട്. ഇതന്നെ ചെയ്യണത്. 1-2 കാണിച്ചു തന്നതിന് ശേഷം പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കാം. സെയിം ഇതേ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ തുടർന്ന് കൊണ്ടുവരിക, അവസാനം കൊണ്ട് കെട്ടിടുക. ഇത് നമ്മളെ കുട്ടികളുടെ ഹെയർ ബോ ഇല്ലേ, അതിലും ചെയ്ത് കൊടുക്കും. അതിൽ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ, സെൻറ്റർ ക്ലിപ്പിൽ ചെയ്യുന്നതിനേക്കാളും. ഇനി ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ സെൻറ്ററിൽ ആ ക്ലിപ്പിൻ്റെ സെൻറ്ററിൽ പോർഷനിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വേണം ലോക്ക് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ വെച്ചതിന് ശേഷം അത് ആ സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ആ ഫ്ലവർ ലോക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ചടിയിൽ കൂടെ എടുത്തിട്ട് ആ ഗിയർ വയർ വീണ്ടും ആ ഇതളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ ആ ലെങ്ത്ത് കഴിയണ വരെ ചെയ്യുക. അവസാനമാകുമ്പോൾ അതിനുള്ളിൽ കൂടെ ഇട്ടിട്ട് കെട്ടിടുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ്, ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 9 ക്ലാസ്സും കൂടി ഉണ്ടാവും. ഈ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം അതിൽ നിന്ന് ഞാൻ ലാസ്റ്റ് ഒരു 10 ചോദ്യം ചോദിക്കും. ഈ 10 വീഡിയോസിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ 10 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ പറയുന്ന 5 പേർക്ക് 5 കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നറുക്കെടുത്തിട്ടാണ് കൊടുക്കുക. അല്ലെങ്കിൽ 5 ആളാണ് കറക്റ്റായിട്ട് പറയുന്നുള്ളൂ വെച്ചെങ്കിൽ ആ 5 ആൾക്ക് നമ്മൾ വേറെ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുള്ളത്. അതുപോലത്തെ അത് 5 പേർക്കാണ് അതുപോലെ കിറ്റ് കൊടുക്കണത്. അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ ഇതിൻ്റെ ലിങ്ക്, ആ 2 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ എൻ്റെ ഫോൺ നമ്പറും കൊടുക്കാം. ഇപ്പോൾ ഈ മേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. വാട്സപ്പ് നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഡൗട്ട് എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. അതുപോലെ ഈ 10 വീഡിയോസിൽ നിന്ന് ആൻസർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഈ ഇതൊന്നുണ്ടായിരിക്കും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഈ വീഡിയോ ഒന്നുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ ക്ലിയറായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ആർക്കാ കിട്ടുകയെന്ന് അറിയില്ലല്ലോ.
അപ്പോൾ നിങ്ങളറിവിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. എന്നാലേ കാര്യമുള്ളൂ. അവർക്ക് അല്ലാതെ ഉള്ളവർക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിരിക്കാൻ ബോറടിയാവും. ഇങ്ങനത്തെ ഹെയർ ആക്സറി മേക്ക് ചെയ്യാനോ അങ്ങനെ ജ്വല്ലറി മേക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണ് ഇങ്ങനത്തെയൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 5 ആൾക്കാണ് കൊടുക്കണത്. ആരൊക്കെ ആയിരിക്കും 5 ആളെന്ന് അറിയില്ല. നമ്മൾ ഈ 10 വീഡിയോ ഇട്ടതിൻ്റെ ശേഷം ഒരു വീഡിയോ ക്വസ്റ്റ്യനായിട്ടിടും. പിന്നെ അതിൻ്റെ കറക്റ്റ് ഉത്തരം പറഞ്ഞ ആൾക്കാരെ വീഡിയോ ഇടും. അതിൻ്റെ ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് സാധനങ്ങൾ അയക്കുക ചെയ്യുക. പോസ്റ്റ് വഴിയാണ് അയക്കുക. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും പോസ്റ്റ്മാൻ. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. മറ്റേ എന്തൊക്കെ മെറ്റീരിയൽസാണ് ഉള്ളതെന്നുള്ളതിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു 2 വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ്. ആ 2 വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കയറി കാണുക. അപ്പോൾ ഇതുപോലെ മേക്ക് ചെയ്യുക. ഇത് നമ്മുടെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇത് വേറെ കളറൊക്കെ വെച്ചിട്ടും മിക്സഡ് കളറാക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരൊറ്റ പാറ്റേണിലാണ് ചെയ്യണത്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് മാച്ചായിട്ട് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനത്തെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബീഡ് അങ്ങനെ പല ഇതിലും അതിലത്തെ ഞാൻ ആ ക്രിസ്റ്റൽ ബീഡ് ഇട്ടതില്ലേ അത് കളറ് മാറ്റി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല ഡ്രസ്സുകൾക്കും സ്യൂട്ടായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. മാറ്റി ചെയ്ത് നോക്കുക. മാക്സിമം ആൾക്കാരും ഈ മേക്ക് ചെയ്യണതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്സിൽ ചെയ്യാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഹെയർ ബോയ്സിൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താലും ഭംഗിയുണ്ടാവും. ഹെയർ ബോയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനേക്കാളും സിമ്പിളാണ് ഹെയർ ബോയിലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. വിളിക്കണ്ട, മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ തുടർന്ന് 9 മേക്കിംഗ് വീഡിയോസ് ഇടും. എല്ലാതും ഇടാം കേട്ടോ. അലിഗേറ്റർ ക്ലിപ്സ് ഇടാം, അതുപോലെ തന്നെ ഹെയർ ബോ ഇടാം. എല്ലാം മാറി ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചാൽ നമ്മുടെ ചെറിയൊരു വരുമാനമാവും നമുക്ക് കേട്ടോ. അത്യാവശ്യം നമ്മുടെ ഫാമിലിയിലും അതുപോലെ തന്നെ അടുത്തൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാം. നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം. പല പാറ്റേണിലൊക്കെ 1-2 ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണ്ട. ഒരു 5 10 അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം. പിന്നെ നമുക്ക് പെൺകുട്ടികളാണെങ്കിൽ നമ്മളിപ്പോൾ എത്ര രൂപയ്ക്ക് ഹെയർ ആക്സസറിയും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പൈസ കളയണൂല്ലേ. ഒരു ഹെയർ ബോയ്ക്കൊക്കെ കടയിൽ നല്ല റേറ്റാണ്. നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്ര റേറ്റൊന്നും വരില്ല. നമുക്ക് മേക്ക് ചെയ്യുമ്പോൾ ഒരു 20 രൂപയുടെ ഉള്ളിൽ വരുന്ന ഒരു ഹെയർ ബോ ആണെങ്കിൽ നമ്മൾ കടയിൽ അതിന് 50 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മൾ മേക്ക് ചെയ്യുന്നതല്ലേ ലാഭം. നമ്മുടെ മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അതിനുള്ള മെറ്റീരിയൽസ് അത്യാവശ്യം കുറച്ച് മെറ്റീരിയൽസ് ഞാൻ ആ കിറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാനും ഈസി ആയിരിക്കും. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ലാസ്റ്റ് ലോക്ക് ചെയ്യണത്. നല്ല ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ വർത്തമാനം പറഞ്ഞതിൻ്റെ എല്ലാവരും ശ്രദ്ധിക്കാതിരിക്കേണ്ട. അവസാനം ചെയ്തതിന് ശേഷം ഒരു ഹോൾ ഉണ്ടാവില്ല അറ്റത്ത്, അതിൻ്റെ ഉള്ളിൽ കൂടെ അവസാനത്ത് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത പോലെ. എന്നിട്ട് വീണ്ടും ഒരു കഷ്ണം കട്ട് ചെയ്തിട്ട് നമ്മളത് ലോക്ക് ചെയ്തു. കാണാൻ നല്ല ഭംഗിയില്ലേ. ഇത് പല കളറിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡ്രസ്സിലേക്കും യൂസ് ചെയ്യാം. നല്ല ഭംഗിയാണ്. ഞാനിതിൻ്റെ അടിയിൽ വെച്ചൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു, അത് വെക്കാൻ മറന്നു കേട്ടോ. ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഊരി മാറ്റിയതാണത്. അത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഊരിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ഊരി വെച്ചതാണ്. നമുക്കത് ഊരാൻ എളുപ്പമാണ്, വേഗം കിട്ടും. അതുപോലെ ഇട്ട് കൊടുക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയില്ലേ കാണാൻ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. അപ്പോൾ എല്ലാവരും കൂട്ടുകൂടിയതിന് സന്തോഷം. തുടർന്ന് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.